Elliptic paraboloid. A rough sketch of the elliptic paraboloid z is equal to x square by a square plus y square by b square, comma a greater than 0, b greater than 0, can be obtained by first sketching the elliptical trace first sketching the elliptical trace in the plane z is equal to 1, in the plane z is equal to 1, and then sketching the parabolic traces in the vertical coordinate planes to connect the origin to the ends of the ends of the axis of the ellipse. അതൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മുടെ ഇസഡ് ആക്സിസ് ഉണ്ട്, പോസിറ്റീവ് ഇസഡ് ആക്സിസ് മാത്രമേ ഉള്ളൂ. ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും ഉണ്ടെങ്കിൽ ഇസഡ് ആക്സിൽ 1 ഡിസ്റ്റൻസ് മുകളിൽ, അതായത് ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്ന പ്ലെയിൻ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ 0 0 1 എന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നത് എക്സ് വൈ പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഉണ്ടല്ലോ, ഇസഡ് ഇസ് ഈക്വൽ ടു 1. ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്ന പ്ലെയിനിൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് y square by b square is equal to 1 എന്ന എലിപ്സ് വരയ്ക്കുക. ഇവിടെ ആ എലിപ്സ് വരയ്ക്കുക. z is equal to 1 എന്ന പ്ലെയിനിൽ x square by a square plus y square by b square is equal to 1 എന്ന എലിപ്സ് വരയ്ക്കുക. എന്നിട്ട് അത് പരാബോള ഉണ്ട്, ഇങ്ങനെ പരാബോള വരയ്ക്കുക. ഇങ്ങനെ, അതുപോലെ തന്നെ ഇവിടെ നിന്നും പരാബോള ഉണ്ട്, ഇവിടെ നിന്ന് ഈ പരാബോള ഇങ്ങനെ 2 പരാബോളയാണ് പറഞ്ഞത്. അതാണ് ഒരു പരാബോള ട്രേസ് ചെയ്യാൻ പറയുന്നത്. അതൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല, മുകളിലെ എലിപ്സ് വരച്ചിട്ട്, മുകളിൽ ഇങ്ങനെ എലിപ്സ് വരച്ചിട്ട് z is equal to 1 എന്ന പ്ലെയിനിൽ എലിപ്സ് വരച്ചിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ ചിരട്ട പോലെ ആവും അല്ലേ, എലിപ്റ്റിക് പാരാബോളോയിഡ്. ഇവിടെ എത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ: sketch the elliptic paraboloid. Sketch the graph of elliptic paraboloid. Sketch the graph of the elliptic paraboloid z is equal to x square by 4 plus y square by 9. നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഇസഡിന് ഫസ്റ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്ന പ്ലെയിനിലാണല്ലോ എലിപ്സ് വരയ്ക്കാണ്ട്. ഇസഡ് ഇസ് ഈക്വൽ ടു 1 കൊടുക്കാം. ഇസഡ് ഇസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എന്താവും, x square by
4 plus y square by 9 is equal to 1 ആവും. അല്ലേ, which is x square by 2 square plus y square by 3 square അല്ലേ, which is an ellipse with center on the z axis comma major axis parallel to y axis and x is equal to a is equal to x square by a square, a is equal to 3, b is equal to 2 അല്ലേ. അവിടെ ട്രേസസ് ഇൻ എക്സ് സെഡ് പ്ലെയിനിലെ ട്രേസസ് എന്തായിരിക്കും? ട്രേസസ് ഇൻ എക്സ് സെഡ് പ്ലെയിൻ ആകുമ്പോൾ എക്സ് സെഡ് പ്ലെയിൻ്റെ ഇക്വേഷൻ y is equal to 0 ആവും. അവിടെ എന്താവും? എക്സ് സ്ക്വയർ ബൈ 4 is equal to 1 അല്ലേ. എക്സ് സ്ക്വയർ ബൈ 4 is equal to z. അതായത് z is equal to എക്സ് സ്ക്വയർ ബൈ 4 എന്ന പരാബോള, അതാണ് പറഞ്ഞത്. പരാബോള, രണ്ട് പരാബോള ട്രേസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. z square is equal to x square by 4 എന്ന പരാബോളയും ട്രേസസ് ഇൻ YZ പ്ലെയിനിലാകുമ്പോൾ ആര് ആബ്സെന്റ് ആണ്? എക്സ് 0. ഇക്വേഷൻ ഓഫ് YZ പ്ലെയിൻ. അവിടെ ആരാ? y സ്ക്വയർ ബൈ 9 is equal to z അല്ലേ. അപ്പോൾ z is equal to y സ്ക്വയർ ബൈ 9 എന്ന പരാബോള. അതായത് നമ്മൾ ആ മുകളിൽ ഒരു എലിപ്സ് വരയ്ക്കുക ആദ്യം. ഇങ്ങനെ എലിപ്സ് വരയ്ക്കുമല്ലോ. ഈ എലിപ്സിനെ ഈ രണ്ടിനെയും കൂടി ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു പരാബോളയുണ്ട്. അത് ഏത് പ്ലെയിനിലാണ്? ഇങ്ങനെ z ആക്സിസും ഇങ്ങനെ എക്സ് ആക്സിസും ഇങ്ങനെ y ആക്സിസും ആണെങ്കിൽ ഈ പരാബോള നമുക്ക് മനസ്സിലാവും ഇതേതാ? z y പ്ലെയിനിലെ പരാബോളയാണ് അല്ലേ. അതായത് y സ്ക്വയർ ബൈ 9 എന്ന പരാബോള ഇതാണ്. ഇനി ഇവിടെ ഇങ്ങനെ പരാബോള ഉണ്ടാവും. ഏതാ? എക്സ് സെഡ് പ്ലെയിനിൽ. ഇത് z ആക്സിസ് അല്ലേ, ഇത് എക്സ് ആക്സിസ് അല്ലേ. അപ്പോൾ എക്സ് സെഡ് പ്ലെയിനിൽ ഇങ്ങനെ ഒരു പരാബോള ഉണ്ട്. ഈ പരാബോളയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? y സ്ക്വയർ ബൈ 9 എന്ന പരാബോള ആണ്. ഈ രണ്ട് പരാബോള ഇവിടെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് വരച്ചാൽ നമുക്ക് ഇവിടെ y ആക്സിനെ വരയ്ക്കുക. z ആക്സിസ് വരയ്ക്കുക. പിന്നെ എക്സ് ആക്സിസ് വരയ്ക്കുക. പിന്നെ z is equal to 1 എന്ന പ്ലെയിനിൽ ഇതാണല്ലോ. z is equal to 1 എന്ന പ്ലെയിൻ ഇവിടെ വരിക. 0 0 1 എന്ന പോയിന്റ് അല്ലെ, z ആക്സിലാണല്ലോ അത് വരുള്ളൂ. 0 0 1 എന്ന പോയിന്റിൽ എക്സ് വൈ പ്ലെയിനിന് പാരലായിട്ട് വലിയൊരു പ്ലെയിൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. ആ പ്ലെയിനാണ് z is equal to 1 എന്ന പ്ലെയിൻ. അപ്പോൾ ഈ പ്ലെയിനിൽ നമുക്കൊരു എലിപ്സ് വരയ്ക്കാം. ഏത് എലിപ്സ്? എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 is equal to 1 എന്ന എലിപ്സ് വരയ്ക്കാം. ആദ്യം അതാണ് വരയ്ക്കാൻ, ആ എലിപ്സ് ആണ് വരയ്ക്കേണ്ടത്. ഇവിടെ ആദ്യം ആ എലിപ്സ് വരയ്ക്കുക.
ഇനി ഇവിടെ നമ്മുടെ സ്ക്രീനിന് തുടർന്ന് മുന്നോട്ട് വരുന്ന ഒരു ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസ്. ഇതാണ് എക്സ് ആക്സിസ്. അപ്പോൾ ഇവിടെ എക്സ് സെഡ് പ്ലെയിൻ ഇവിടെ കാണാൻ പറ്റും. എക്സ് സെഡ് പ്ലെയിനിൽ നമുക്ക് ഏത് പരാബോള വരയ്ക്കുക? എക്സ് സെഡ് പ്ലെയിനിൽ എക്സ് സ്ക്വയർ ബൈ 4, ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 എന്ന പരാബോള വരയ്ക്കുക. ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 എന്ന പരാബോള വരയ്ക്കുക അല്ലേ? ഇങ്ങനെ പോയി വരുന്നൊരു പരാബോള ഉണ്ടാവും. അതുപോലെ വൈ സെഡ് പ്ലെയിൻ ഒരു പരാബോള ഉണ്ട്. ഏതാ? വൈ സെഡ് പ്ലെയിൻ നമ്മൾ പരാബോള വരച്ചിട്ടുണ്ടല്ലോ. അത് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9z, അതായത് ഇസഡ് ഇസ് ഈക്വൽ ടു 9 സ്ക്വയർ വൈ സ്ക്വയർ ബൈ 9. അതിതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വരയ്ക്കാൻ പറഞ്ഞിരുന്ന എലിപ്റ്റിക് പാരാബോള. ഐഡന്റിഫൈ and sketch the surface. Identify and sketch the surface 4z is equal to x square plus 2y square. But given and z is equal to 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x square by 4 plus y square by 2 എന്നാവും. ഇനി z is equal to 1 അല്ല, z is equal to 1 കൊടുക്കുമ്പോൾ എന്താവും? The trace, ഇവിടെ z ന് 1 കൊടുക്കണമല്ലോ ആദ്യം. The trace in the plane z is equal to 1 is, the trace in the plane z is equal to 1 is, x ന് 1 കൊടുത്താൽ മതി, x square by 4 plus y square by 2 is equal to 1. ഇത് എലിപ്സ് അല്ലേ? ഇത് എലിപ്സിന് z is equal to 1 ആണ്. It is an ellipse with center on the z axis, major axis parallel to x axis, major axis parallel to x axis, and a is equal to 2, b is equal to root 2 അല്ലേ? x square by 2 square plus y square by root 2 square is equal to 1 അല്ലേ? ഇനി the traces in the yz plane ഏതാ? traces in the yz plane വേണമല്ലോ. traces in the yz plane ഉം xz plane വേണമല്ലോ. traces in the yz plane is x 0 കൊടുത്താൽ മതിയല്ലോ. y square by 2 is equal to z ആവും. ശരിയല്ലേ? traces in the xz plane is y 0 കൊടുത്താൽ എന്താവും? z is equal to x square by 4. അപ്പോൾ രണ്ട് പരാബോള വരയ്ക്കുക. അപ്പോൾ ആദ്യം z is equal to 1 ഒരു എലിപ്സ് വരയ്ക്കുക. ഏത് എലിപ്സ്? x square by 4 plus y square by 2 is equal to 1 എന്ന എലിപ്സ് വരയ്ക്കുക. പിന്നെ yz പ്ലെയിനിൽ എന്ത് വരയ്ക്കുക? yz പ്ലെയിനിൽ z is equal to y square by 2 എന്ന പരാബോള വരയ്ക്കുക. അടുത്ത് xz പ്ലെയിനിൽ z is equal to x square by 4 എന്ന പരാബോള വരയ്ക്കുക അല്ലേ? ഷെഫ് കാണുമ്പോൾ അപ്പോൾ നമുക്ക് ഗ്രാഫ് വരച്ചാൽ z axis, y axis,
y axis, z axis, x axis, അപ്പോൾ മുതൽ ആദ്യം ഇവിടെ ഒരു 100 എന്ന് പോയിന്റ് ഉണ്ടല്ലോ, അതായത് 001 അല്ല, ഇസഡ് ആക്സിലെ 1 എന്ന പോയിന്റ്. ഇവിടെ എന്ത് ചെയ്യുക, എലിപ്സ് വരയ്ക്കുക. ഇവിടെ എലിപ്സ് വരയ്ക്കുക. ഏത് എലിപ്സാ ഇത്? x²/4 + y² 1 എന്ന എലിപ്സ് വരച്ചു. z=1 എന്ന പ്ലെയിനിൽ കിടക്കണം. xy പ്ലെയിനിന് പാരലൽ ആയിട്ടാണ് ഈ എലിപ്സ് കിടക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം, z=x²/4 എന്ന എലിപ്സ് വരയ്ക്കുക xz പ്ലെയിനിൽ അല്ലേ. xz പ്ലെയിനിൽ ആദ്യം yz പ്ലെയിനിൽ വരയ്ക്കാം. yz പ്ലെയിൻ വരയ്ക്കാൻ എളുപ്പമുണ്ട്. നമുക്ക് yz പ്ലെയിൻ ആകുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ബോർഡ്, നമ്മുടെ ഈ ബോർഡ് തന്നെയാണ് yz പ്ലെയിൻ. അപ്പോൾ yz പ്ലെയിനിൽ ഏത് പ്ലെയിൻ വരയ്ക്കുക, z=y²/2 എന്ന എലിപ്സ് വരയ്ക്കുക. ഇനി ആക്ച്വലി ഇങ്ങനെ വരച്ചാലും മതി. ഇനി മറ്റത് കൂടെയാണ് കാണിക്കാനായിട്ട്. അതാ എക്സ് സെഡ് പ്ലെയിനിലാണ് നമ്മൾ ഏത് പ്ലെയിൻ വരയ്ക്കുന്നത്, z=x²/4. z=x²/4. അത് ഇവിടെ നിന്ന് തുടങ്ങി ഇത് താഴെ വന്ന് പിന്നെ തിരിച്ചുകൂടെ വരണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് നകത്തൂടിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു ഒരു ബോൾ പോലെ, റബ്ബർ കളക്ട് ചെയ്യുന്ന ചിരട്ട പോലെ ഇരിക്കും അല്ലേ. ദിസ് ഈസ് ദ, നമ്മൾ പറഞ്ഞല്ലോ എന്താണ്, എലിപ്റ്റിക് പാരാബോളോയിഡ് അല്ലേ. ഇസ് ദ എലിപ്റ്റിക് പാരാബോളോയിഡ്. എവിടെ വെച്ച് നമുക്ക് പറയാം, ഇസ് ആൻ എലിപ്റ്റിക് പാരാബോളോയിഡ്. എലിപ്റ്റിക് പാരാബോളോയിഡ്. അപ്പോൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സ്റ്റാൻഡേർഡ് ഫോം അറിഞ്ഞാലേ